നമസ്കാരം. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. വിന്നേഴ്സ് PSC കോച്ചിങ് സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ മലയാളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് നമുക്ക് എപ്പോഴും എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമുണ്ട്, വചനം. നോക്കിക്കേ, എന്താണ് വചനം? അതായത് ഒരു വസ്തു ഒന്നോ അതിൽ അധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വചനം? അതായത് ഒരു വസ്തു ഒന്നോ അതിൽ അധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെ വചനം എന്ന് പറയുന്നു. വസ്തു ഒന്നാണെങ്കിൽ ഏകവചനം എന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം എന്നും പറയുന്നു. കണ്ടോ? അപ്പൊ വസ്തു ഒന്നാണെങ്കിൽ ഏകവചനമെന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനമെന്നും പറയുന്നു. ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാർ എന്നും അർ എന്നും കൾ എന്നും ചേർക്കണം. മലയാള ഭാഷയിലെ ഏതൊരു ഏകവചനത്തെയും ബഹുവചനമാക്കാൻ എന്ത് ചേർക്കണം? മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. നോക്കിക്കോ, ഇപ്പൊ നമ്മൾ പറയുകയാണ് ബാലൻ ഏകവചനം, ബഹുവചനം ബാലന്മാർ. കണ്ട? മനുഷ്യൻ ഏകവചനം, ബഹുവചനം മനുഷ്യർ. കുട്ടി ഏകവചനം, ബഹുവചനം കുട്ടികൾ. കണ്ട? ഏകവചനത്തെ ബാലൻ ബാലന്മാർ. കണ്ട? മനുഷ്യൻ മനുഷ്യർ. മനുഷ്യൻ എന്ന പദം പിരിച്ചാൽ മനുഷ്യ അധികം അർ ആണെങ്കിൽ മനുഷ്യർ. അപ്പോ ഇവിടെ എന്ത് വന്നു? അർ. ഇനി കുട്ടി കുട്ടികൾ. കണ്ട? ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഒന്നുകൂടെ പറയാം, വചനം എന്നാൽ ഒരു വസ്തു ഒന്നോ അതിൽ അധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെയാണ് എന്ത് പറയുക? വചനം. വസ്തു ഒന്നാണെങ്കിൽ ഏകവചനമെന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനമെന്നും പറയുന്നു. ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. മനസ്സിലായി കാണുമല്ലോ. അതായത് ഏകവചനത്തെ ബഹുവചനമാക്കാൻ എന്ത് ചേർക്കണം? മാർ അർ കൾ എന്ന് ചേർക്കണം. ഇതിപ്പോ എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. ഇസ്രായേൽ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. ബാലൻ ബാലന്മാർ, മനുഷ്യൻ മനുഷ്യർ, കുട്ടി കുട്ടികൾ. നമ്മൾ എന്താ പറഞ്ഞത്? ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. കണ്ടല്ലോ. പുരുഷൻ പുരുഷന്മാർ, ബ്രാഹ്മണൻ ബ്രാഹ്മണർ, സ്ത്രീ സ്ത്രീകൾ. ഇങ്ങനെ ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ എന്ത് ചേർക്കണം? മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാർ അർ കള്ളെന്ന് ചേർക്കണം. ഇതിനകത്ത് ഒന്നാമത്തേതാണ് സലിംഗ ബഹുവചനം. എന്താണ് സലിംഗ ബഹുവചനം? ഒന്നാമത്തേത് എന്താണ്? സലിംഗ ബഹുവചനം. സലിംഗം എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിൽ ലിംഗമുള്ളവ. മലയാളത്തിൽ എത്ര ലിംഗങ്ങളാണുള്ളത്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. എന്താ പറഞ്ഞത്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്നാൽ ഒരേ തരത്തിൽ ലിംഗമുള്ളവ. ഒരേ തരത്തിൽ ലിംഗമുള്ളവ സലിംഗം. അതായത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ മാത്രം ബഹുവചനം സലിംഗം. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ മാത്രം ബഹുവചനം സലിംഗം. നപുംസകലിംഗമാണെങ്കിൽ നപുംസകലിംഗം മാത്രം ബഹുവചനം സലിംഗം. അപ്പോ സലിംഗ ബഹുവചനം എന്നാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവ ഓരോന്നിന്റെയും ബഹുവചനത്തെയാണ് എന്ത് പറയുക?
സലിംഗ ബഹുവചനം. പറഞ്ഞല്ലോ. ഇപ്പൊ ഉദാഹരണം നമ്മൾ നോക്കുക. ഇവിടെ അധ്യാപകർ, ഇവിടെ അധ്യാപകർ എന്ന് പറഞ്ഞപ്പോ ഇത് സലിംഗ ബഹുവചനം ആണോ? അല്ല. കാരണം അധ്യാപകരിൽ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. നമ്മൾ ഇതിനെ സലിംഗമാക്കാൻ പോവുക. അധ്യാപകന്മാർ, അധ്യാപികമാർ. ഉണ്ടോ? അധ്യാപകന്മാർ, അധ്യാപികമാർ. അധ്യാപകന്മാർ എന്ന് പറഞ്ഞപ്പോ ആണുങ്ങൾ മാത്രം ബഹുവചനം സലിംഗം. അധ്യാപികമാരെന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ മാത്രം ബഹുവചനം സലിംഗം. കൂടുതൽ ഉദാഹരണം നോക്കൂ. അമ്മമ സലിംഗ ബഹുവചനം. ആൺകുട്ടികൾ സലിംഗ ബഹുവചനം. പെൺകുട്ടികൾ സലിംഗ ബഹുവചനം. മാതാക്കൾ, പിതാക്കന്മാർ, വധുക്കൾ, വരന്മാർ, പോലീസുകാരന്മാർ, പോലീസുകാരികൾ, വേലക്കാരന്മാർ, വേലക്കാരികൾ. ഇങ്ങനെ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവ ഓരോന്നിന്റെയും ബഹുവചനത്തെയാണ് എന്ത് പറയുക? സലിംഗ ബഹുവചനം. നമ്മുടെ പരീക്ഷയിലെ ഒരു ചോദ്യമാണ്, നോക്കണം. താഴെ തന്നിട്ടുള്ളതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? എഴുതിയെടുത്തോ. താഴെ തന്നിട്ടുള്ളതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? ആനകൾ, കോഴികൾ, കാക്കകൾ, കുട്ടികൾ. താഴെ തന്നിട്ടുള്ളതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? ആനകൾ, കോഴികൾ, കാക്കകൾ, കുട്ടികൾ. നമ്മൾ നോക്കുക. ഇവിടെ ഇപ്പൊ ആനകൾ എന്ന് പറഞ്ഞപ്പോ ആനയ്ക്കകത്ത് എന്തുണ്ട്? പെണ്ണുമുണ്ട്, ആണുമുണ്ട്. അപ്പൊ അത് സലിംഗം അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു? ആനകളെ എന്താക്കി മാറ്റി? സലിംഗമാക്കി. പിടിയാനകൾ, കൊമ്പനാനകൾ. കണ്ടോ? അപ്പൊ ഇവിടെ പിടിയാനകൾ സലിംഗ ബഹുവചനം, കൊമ്പനാനകൾ സലിംഗ ബഹുവചനം. മനസ്സിലായല്ലോ? കോഴികൾ, പൂവൻ കോഴികൾ, പിടക്കോഴികൾ, പിടക്കോഴികൾ. കാക്കകൾ, ആൺകാക്കകൾ, പെൺകാക്കകൾ. ആൺകുട്ടികൾ, പെൺകുട്ടികൾ. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ പരീക്ഷയിൽ തന്നിരിക്കുന്ന ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? അപ്പൊ നമ്മൾ കണ്ടെത്തി എന്താണ് സലിംഗ ബഹുവചനം. ഒന്നുകിൽ പുല്ലിംഗം മാത്രം ബഹുവചനം സലിംഗം, സ്ത്രീലിംഗം മാത്രം ബഹുവചനം സലിംഗം, നപുംസകലിംഗം മാത്രം ബഹുവചനം സലിംഗം. ഇപ്പൊ നോക്കുക. ഇവിടെ ആനകൾക്കകത്ത് പിടിയാനകൾ സലിംഗ ബഹുവചനം, കൊമ്പനാനകൾ സലിംഗ ബഹുവചനം, പിടക്കോഴികൾ സലിംഗ ബഹുവചനം, പൂവൻ കോഴികൾ സലിംഗ ബഹുവചനം, ആൺകുട്ടികൾ സലിംഗ ബഹുവചനം, പെൺകുട്ടികൾ സലിംഗ ബഹുവചനം. ഇനിയുള്ളത് എന്താണ്? കാക്കകൾ മാത്രമാണുള്ളത്. അപ്പൊ കാക്കയ്ക്കകത്ത് ആൺകാക്കകൾ, പെൺകാക്കകൾ ഉണ്ട്. പക്ഷേ ആൺകാക്കയെയും പെൺകാക്കയെയും ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അത് നപുംസകലിംഗം. നപുംസകലിംഗത്തിന്റെ ബഹുവചനമായതുകൊണ്ട് ഇത് സലിംഗ ബഹുവചനം. കാക്കകൾ, ഈച്ചകൾ, പുഴുക്കൾ, മരങ്ങൾ, കല്ലുകൾ ഇവയെല്ലാം എന്താണ്? നപുംസകലിംഗം. നപുംസകലിംഗത്തിന്റെ ബഹുവചനമായതുകൊണ്ട് അത് സലിംഗ ബഹുവചനം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒന്നുകൂടെ നോക്കിക്കോ. ഒരു വസ്തു ഒന്നോ അതിൽ അധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെ വചനം എന്ന് പറയുന്നു. വസ്തു ഒന്നാണെങ്കിൽ ഏകവചനം എന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം എന്നും പറയുന്നു. ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാറെന്നും ആറെന്നും കള്ളെന്നും ചേർക്കണം. മനസ്സിലായി കാണുമല്ലോ? ഒന്നാമത്തേതാണ് എന്ത്? സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്നാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവ ഓരോന്നിന്റെയും ബഹുവചനം സലിംഗം. പുല്ലിംഗം,
സ്ത്രീലിംഗം, നപുംസകലിംഗം, ഇവ ഓരോന്നിന്റെയും ബഹുവചനം സലിംഗം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഉദാഹരണം ഞാൻ പറഞ്ഞു. പിടിയാനകൾ, കൊമ്പനാനകൾ, പിടക്കോഴികൾ, പൂവൻ കോഴികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അമ്മമാർ, പിതാക്കന്മാർ, മാതാക്കൾ, വധുക്കൾ, വരന്മാർ, പോലീസുകാരന്മാർ, പോലീസുകാരികൾ. ഇങ്ങനെ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഇവ ഓരോന്നിന്റെയും ബഹുവചനം സലിംഗം. ഇനി രണ്ടാമത്തേതാണ് അലിംഗ ബഹുവചനം. അത് എളുപ്പമാണ്. അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്ന ബഹുവചനം അലിംഗം. സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്ന ബഹുവചനമാണ് എന്ത്? അലിംഗ ബഹുവചനം. നിങ്ങൾക്ക് തന്നെ അറിയാം. അധ്യാപകർ, നാട്ടുകാർ, അധ്യാപകർ, നാട്ടുകാർ, ജനങ്ങൾ, കേരളീയർ, ഭാരതീയർ, കുട്ടികൾ, ഭാരതീയർ, കുട്ടികൾ, നാട്ടുകാർ, പോലീസുകാർ, വധൂവരന്മാർ, ശിവപാർവതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, വധുവരന്മാർ, മാതാപിതാക്കൾ. ഇങ്ങനെ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഓരോന്നിന്റെയും ബഹുവചനം സലിംഗം. സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്ന ബഹുവചനമാണ് എന്ത്? അലിംഗ ബഹുവചനം. എന്താണ് പറഞ്ഞത്? സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്ന ബഹുവചനം അലിംഗം. ഇനി മൂന്നാമത്തെ ബഹുവചനമാണ് പൂജക ബഹുവചനം. കണ്ടോ? പൂജക ബഹുവചനം. എന്താണ് പൂജക ബഹുവചനം? അതായത് ചില ഏകവചന ശബ്ദങ്ങളിൽ, എന്താ പറഞ്ഞത്? ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ഇത് അർത്ഥം കൊണ്ട് ഏകവചനമായിരിക്കും. എന്താണ് ഇത്? അർത്ഥം കൊണ്ട് ഏകവചനം ആയിരിക്കും. ഒന്നുകൂടെ പറയാം. എന്താണ് പൂജക ബഹുവചനം? ചില ഏകവചന ശബ്ദങ്ങളിൽ, എല്ലാത്തിലും ഇല്ല, ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ഇത് അർത്ഥം കൊണ്ട് എന്തായിരിക്കും? ഏകവചനം ആയിരിക്കും. ഉദാഹരണം നോക്കുക. നമ്മൾ പറഞ്ഞു സ്വാമി എന്നുള്ളത് ഒരു ഏകവചനമാണ്. ബഹുമാനത്തോടുകൂടി സ്വാമികൾ, ഒറ്റയാള് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാമി എന്ന ഏകവചനത്തിൽ കള്ളു ചേർത്ത് സ്വാമികളാക്കി. അർത്ഥം കൊണ്ട് ഇത് സ്വാമികൾ എന്ന് പറഞ്ഞപ്പോ ബഹുവചനമായിട്ട് തോന്നുന്നു. പൂജക ബഹുവചനമാണ്. ബഹുവചനമാണെങ്കിലും ഇത് അർത്ഥം കൊണ്ട് എന്തായിരിക്കും? ഏകവചനമായിരിക്കും. തിരുവടി ഏകവചനം. കണ്ട? ബഹുമാനത്തോടെ തിരുവടികൾ. വൈദ്യൻ ഏകവചനം. ബഹുമാനത്തോടെ വൈദ്യർ. ശാസ്ത്രി ഏകവചനം. കണ്ട? ബഹുമാനത്തോടെ ശാസ്ത്രികൾ. തമ്പ്രാൻ ഏകവചനം. ബഹുമാനത്തോടെ തമ്പ്രാക്കൾ. കണ്ട? നീ ഏകവചനം. ബഹുമാനത്തോടെ നിങ്ങൾ. താൻ ഏകവചനം. ബഹുമാനത്തോടെ താങ്കൾ. അവൻ ഏകവചനം. ബഹുമാനത്തോടെ അവർകൾ. മൂപ്പൻ ഏകവചനം. ബഹുമാനത്തോടെ മൂപ്പർ. വാദ്യാൻ ഏകവചനം. ബഹുമാനത്തോടെ വാദ്യ. ഗുരു ഏകവചനം. ബഹുമാനത്തോടെ ഗുരുക്കൾ. ആചാര്യൻ ഏകവചനം. ആചാര്യൻ ഏകവചനം. ബഹുമാനത്തോടെ ആചാര്യർ. കണ്ടല്ലോ? ഇങ്ങനെ ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ഇത് അർത്ഥം കൊണ്ട് എന്തായിരിക്കും? ഏകവചനം ആയിരിക്കും. അപ്പൊ നോക്കിക്കേ. സ്വാമി, സ്വാമികൾ. തിരുവടി, തിരുവടികൾ. വൈദ്യൻ, വൈദ്യർ. ശാസ്ത്രി, ശാസ്ത്രികൾ. തമ്പ്രാൻ, തമ്പ്രാക്കൾ. നിങ്ങൾ, താങ്കൾ, അവർകൾ. മൂപ്പർ, വാദ്യ, ഗുരുക്കൾ, ആചാര്യർ തുടങ്ങിയവ. ഇനി നമുക്ക് നോക്കിക്കേ. നിങ്ങൾ താഴെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? താഴെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? നായർ, വാര്യർ, തങ്ങൾ, ദ്രോണർ. താഴെ തന്നിട്ടുള്ളതിൽ
പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതെന്നാണ് ചോദ്യം. നായർ, വാര്യർ, തങ്ങൾ, ദ്രോണർ. ഇപ്പോ ഇത് നമുക്ക് തെറ്റുന്ന ചോദ്യമാണ്. ഇത് നമ്മൾ നോക്കിക്കണം. ഇവിടെ നായർ എന്ന് പറഞ്ഞു. നായർ എന്ന് പറഞ്ഞപ്പോ ഇത് ഏത് വചനമാണ്? ഇപ്പൊ നമ്മൾ ഇത്രയും പേര്, ഒരു 50 പേര് ചേർന്ന് നിൽക്കുകയാണ്. എല്ലാവരും നായന്മാർ കണ്ടോ. അപ്പൊ നായന്മാർ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ അതിന്റെ ഏകവചനം എന്താണ്? നായൻ. എന്താണ്? നായൻ. അതുകൊണ്ട് നമ്മൾ ഒരുത്തനെ ചന്ദ്രശേഖരൻ നായൻ എന്ന് വിളിക്കുവോ? ഇല്ല. ബഹുമാനത്തോടുകൂടി ചന്ദ്രശേഖരൻ നായർ. അപ്പൊ നായർ എന്നുള്ളത് പൂജക ബഹുവചനം ആണ്. ഇനി അടുത്തതാണ് വാര്യൻ. ഒത്തിരി പേര് ചേർന്ന് നമ്മൾ എന്ത് പറയും? വാര്യന്മാർ കണ്ടോ. അപ്പൊ വാര്യൻ ഏകവചനം. ഒത്തിരി പേര് ചേർന്നാൽ വാര്യന്മാർ. ഒത്തിരി പേര് വന്നാൽ വാരിയർ. അപ്പൊ NV കൃഷ്ണ വാരിയർ കണ്ടോ. ബഹുമാനത്തോടെ വാരിയർ, അതും പൂജകമാണ്. ഇനി നാലാമത്തെ നോക്കുക, ദ്രോണം. ദ്രോണൻ എന്നാണ് ഏകവചനം. ബഹുമാനത്തോടെ ദ്രോണർ. ശ്രദ്ധിച്ചേർന്ന് ആ കാറ്റഗറിപ്പെടുന്നത് എല്ലാം പൂജക ബഹുവചനമാണ്. ഭീഷ്മൻ ഏകവചനം. ബഹുമാനത്തോടെ ഭീഷ്മർ കണ്ടല്ലോ. കൃപൻ ഏകവചനം. ബഹുമാനത്തോടെ കൃപർ. നാരദൻ ഏകവചനം. ബഹുമാനത്തോടെ നാരദർ. ധൃതരാഷ്ട്രൻ ഏകവചനം. ബഹുമാനത്തോടെ ധൃതരാഷ്ട്രർ. അപ്പൊ ഇവയെല്ലാം പൂജകമാണ്. ഇനി ഒറ്റ ഒരുത്തരേ ഉള്ളൂ, തങ്ങൾ. ഇവിടെ തങ്ങൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ആര്? താങ്കളാണോ എന്ന്. താങ്കൾ ഏകവചനമുണ്ട്. താൻ ഏകവചനം. ബഹുമാനത്തോടെ താങ്കൾ. എന്നാൽ തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഏകവചനം ഇല്ല. തങ്ങൾ തന്നെ ഏകവചനമാണ്. അപ്പൊ ഇത് പൂജക ബഹുവചനം അല്ല. കണ്ടോ. തങ്ങൾ ഏകവചനം, പെങ്ങൾ ഏകവചനം. അപ്പൊ ഇതൊന്നും തന്നെ എന്തല്ല? പൂജകം അല്ല. കണ്ടോ. അപ്പൊ പൂജക ഉദാഹരണം തങ്ങന്മാർ. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അത് സലിംഗ ബഹുവചനം. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോ തങ്ങൾ എന്തല്ല. ഇനി നോക്കണം. നായർ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വാരിയർ. കണ്ടോ. ഭട്ടർ, ചാക്യ, നമ്പിയ, നമ്പിയ, പണിക്കർ. ഇവിടെ നോക്കിക്കോണം. വാര്യൻ ഏകോദനം ബഹുമാനത്തോടെ വാര്യർ. ഭക്തൻ ഏകോദനം ആര്യ ഭക്തൻ എന്നാണ് നമ്മൾ പറയുക. ഭക്തൻ ഏകോദനം ബഹുമാനത്തോടെ ഭക്തർ. ചാക്യാൻ ഏകോദനം ബഹുമാനത്തോടെ ചാക്യ. നമ്പിയാൻ ഏകോദനം ബഹുമാനത്തോടെ നമ്പിയ. പണിക്കൻ ഏകോദനം ബഹുമാനത്തോടെ പണിക്കർ. നാരായണ പണിക്കർ. ഭാഗവതൻ ഏകോദനം ബഹുമാനത്തോടെ ഭാഗവതർ. കണ്ടോ. ഇവയെല്ലാം പൂജക ബഹുവചനം. നോക്കി എത്ര ഉദാഹരണമാണ്. അപ്പോ ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ഇത് അർത്ഥം കൊണ്ട് എന്തായിരിക്കും? ഏകവചനം ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം മുതൽ നോക്കാം. നിങ്ങൾ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാത്ത ഭാഗം എഴുതിയെടുത്തോണം. വചനം എന്നാൽ നോക്കിക്കോ, ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെ വചനം എന്ന് പറയുന്നു. എഴുതി കാണുമല്ലോ. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദത്തെ വചനം എന്ന് പറയുന്നു. വസ്തു ഒന്നാണെങ്കിൽ ഏകവചനം എന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം എന്നും പറയുന്നു. ഏകവചനത്തെ ബഹുവചനമാക്കുവാൻ മാറെന്നും അറെന്നും കള്ളെന്നും ചേർക്കണം. സലിംഗ ബഹുവചനം എന്നാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവ ഓരോന്നിന്റെയും ബഹുവചനം സലിംഗം. നമ്മൾ ഉദാഹരണം പറഞ്ഞു. അമ്മമാർ, ആൺകുട്ടികൾ, പിതാക്കന്മാർ, മാതാക്കൾ, വധുക്കൾ, വരന്മാർ, അങ്ങനെ ഒത്തിരി പറഞ്ഞു. ഇനി അടുത്തതാണ് അലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്ന ബഹുവചനം അലിംഗം. അധ്യാപകർ, നാട്ടുകാർ, ജനങ്ങൾ, കേരളീയർ, ഭാരതീയർ, കുട്ടികൾ ഇവയെല്ലാം അലിംഗം. ഇനി മൂന്നാമത്തേതാണ് പൂജക ബഹുവചനം. ചില ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനത്തെ കാണിക്കുന്നത് പൂജകം. ഇത് അർത്ഥം കൊണ്ട് എന്തായിരിക്കും? ഏകവചനമായിരിക്കും. ഉദാഹരണം കണ്ടില്ലേ? സ്വാമികൾ, തിരുവടികൾ,
വൈദ്യർ, ശാസ്ത്രികൾ, തമ്പ്രാക്കൾ, നിങ്ങൾ, താങ്കൾ, അവർകൾ, മൂപ്പർ, വാദ്യാർ, ഗുരുക്കർ, വാചാര്യർ, പണിക്കർ, നായർ, ഭട്ടർ, വാര്യർ, നമ്പ്യാർ, ചാക്യാർ, ഇവയെല്ലാം എന്താണ്? പൂജക ബഹുവചനം. ഇത് നമുക്ക് എല്ലാ പരീക്ഷയിലും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത് വചനം. അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു വിഷയത്തോടു കൂടി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.